ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും പിന്നീട് ഞാൻ മറ്റൊരു മേഖല എന്തുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടി വന്നതെന്ന് ഞാൻ സത്യത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ ഞാൻ വർക്ക് ചെയ്യാൻ കാരണം ഉണ്ടായത്, എങ്ങനെയാണ് ഞാൻ RTC ആയത്, ഇനി എന്റെ ലക്ഷ്യം എന്താണ്, ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം മറ്റൊരാളെ അവരന്റെ വിജയത്തിൽ ആനന്ദം കൊള്ളുന്നവർക്കുള്ള ഒരു ബിസിനസ്സാണ്. മറ്റുള്ളവരെ വിജയം നമ്മൾ ആഘോഷിച്ചിട്ട് നമ്മളെ വിജയം പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ശശിധരൻ തിരൂരിലാണ് ബേസിക്കലി ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഫോട്ടോഗ്രാഫി തുടങ്ങുന്നത്. ഞാൻ ഫോട്ടോഗ്രാഫി നിർത്തുന്നത് 10 വർഷം മുന്നെയാണ്. ഫോട്ടോഗ്രാഫി നിർത്തുമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിമില്ല, ക്യാമറ ഇല്ല. എല്ലാവരും നാടിലുള്ള ഓരോ വീട്ടിലുള്ള ചെറിയ ഒരു 2 വയസ്സായ കുട്ടി മുതൽ 80 വയസ്സായ 90 വയസ്സായ 100 വയസ്സായ ആളാണോ അവരൊക്കെ ഫോട്ടോഗ്രാഫർമാർ ഇന്നത്തെ സ്ഥിതി. അപ്പൊ ഫോട്ടോഗ്രാഫിയിൽ അന്നത്തെ ആ ടെക്നോളജിയിൽ വന്ന മാറ്റം, എന്നെ സമയത്ത് ഒരു സാധാരണ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള ചേഞ്ച്, 50 വർഷത്തെ വ്യത്യാസം 5 വർഷം കൊണ്ടെന്നല്ല 5 ദിവസം കൊണ്ടെന്നുള്ള രീതിയിൽ പോലും മാറ്റം വരുത്തിയ ഒരു ഫോട്ടോഗ്രാഫിയാണ്. കാരണം ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നത് ഒരു ഡാർക്ക് റൂമിൽ സ്റ്റുഡിയോയിലാണ് ഉണ്ടായിരുന്നത്. ആ ഡാർക്ക് റൂം എന്ന് പറഞ്ഞ സാധനം ഇന്ന് ഹോട്ടലില് അടുക്കള ഫ്രണ്ടിലാണല്ലോ. അതേപോലെ ഡാർക്ക് റൂം എന്ന് പറഞ്ഞ തിയറി തന്നെ പോയി. ഞാൻ അതിനെ പഴയ കാലത്തേക്കൊന്ന് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ടെക്നോളജിയിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അന്ന് ഞങ്ങൾക്ക് ഫിലിം തന്നിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളാണ് കൊട്ടാക്ക്, കോണിക്ക. ഈ കമ്പനികളിൽ നിന്നില്ലാതെ ആ കമ്പനികൾ തന്നെ വാനിഷ് ചെയ്ത് പോയി. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടാവും. അതിൽ ക്യാമറ തന്നെ അവന് നിക്കോൺ അവരൊക്കെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർ ടെക്നോളജി ലേശം മാറ്റം വരുത്തി അതിൻ്റെതായ നിലനിർത്തിക്കൊണ്ടു. അപ്പോൾ ഈ രീതിയിൽ ടെക്നോളജി മാറിയപ്പോ എന്റെ കുടുംബത്തിലേക്ക് വരുന്ന വരുമാനത്തിന് ഞാൻ ആശ്രയിച്ചിരുന്ന വരുമാന രീതിയെ ഗണ്യമായ രീതിയിൽ കുറവ് വരുത്തി. അപ്പൊ എനിക്ക് ഫ്രസ്ട്രേഷനായി. ഇനി എന്ത് ചെയ്യും? കാരണം നമ്മളൊരു പ്രത്യേക ഏജ് കഴിഞ്ഞിട്ടാണല്ലോ ഈ വരുന്നത്. അപ്പൊ നമുക്ക് 40-40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വേവലാതി വരും. കാരണം ഏത് തൊഴിലിൽ പോകാൻ പറ്റും എന്നുള്ളത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തൊഴിൽ പിന്നെ നമുക്ക് അറിയണ്ടേ. ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളോട് പറയാൻ, എനിക്ക് ഭാര്യ ഹെൽത്തിൽ നേഴ്സാണ്. എന്നെ മക്കള് 2 പേരാണ്. 2 പേര്. മകന് അവന് ഇപ്പോ മംഗലാപുരത്ത് ഒരു റിഫൈനറിയിലെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് അതിന്റെ പ്രാക്ടിക്കൽ സമയത്താണ് ഇപ്പൊ നിൽക്കുന്നത്. രണ്ടാമത് എനിക്കൊരു മകളുണ്ട്, അമൃത. അവള് ഈ സമയത്താണ് അവളെ ജന്മം വരുന്നത്. ഇന്ന് ഏകദേശം 17 വയസ്സ് കഴിഞ്ഞു. ആ സമയം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി സാമ്പത്തികത്തിൽ കുറഞ്ഞു നിൽക്കുന്ന സമയത്തായപ്പോൾ മകളെ ജന്മം നൽകുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാത്ത, ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവുമല്ലോ, ആ സമയത്ത് മകള് വരുന്നത് നിത്യരോഗിയായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുള്ള സത്യം പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഡൗൺ സിൻഡ്രോം തന്നെ അസുഖമാണ്. ഒരു പക്ഷേ കിടക്കുന്ന കിടക്കത്തിൽ ജീവിതാന്ത്യം വരെ എണീക്കാൻ പറ്റാത്ത സാഹചര്യം ആവാം, അല്ലെങ്കിൽ ഒരു പക്ഷെ എന്തിനെങ്കിലുമൊക്കെ പറ്റിയെന്ന് വരാം. ഇതാണ് ഡോക്ടർ വിജയത്. 23ാമത്തെ ക്രോമസോണിലെ വൈകല്യം. അതൊരു ക്രിട്ടിക്കൽ അസുഖമായിരുന്നു. ഈ മകളും കൂടി ജന്മം വന്നപ്പോ പൊതുവെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ വന്ന് നിൽക്കുന്ന സമയം, ഇനി എന്ത് ചെയ്യും ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന സമയത്ത് മകള് കൂടി വന്നപ്പോൾ, ഭാര്യ ഉണ്ടായിരുന്നത് ഹെൽത്തിലെ നേഴ്സായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിരുന്നു. ഈ 2 ആളെ മകളെ പ്രസവിക്കുന്ന സിസേറിയൻ ആയിരുന്നു. ആ സിസേറിയൻ കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു സിസേറിയൻ കൂടി ഭാര്യയ്ക്ക് ചെയ്യേണ്ടി വന്നു. അത് ഹോസ്പിറ്റലിൽ വന്നൊരു പ്രയാസം. പക്ഷെ ഈ കുട്ടി ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോ ആ 10 ഈ പ്രസവിച്ച് കിടക്കുന്ന 2 ഓപ്പറേഷൻ ചെയ്ത ഭാര്യയും ഞാനും കൂടി ഇനി ഈ മോളുമായിട്ട് നടക്കാത്ത ഒരു ഹോസ്പിറ്റലില്ല. അമൃത ഹോസ്പിറ്റലിൽ പോകും, മദ്രാസ് മിയോട്ട് പോകും, പുട്ടപ്പർത്തി പോകും, നിംസിൽ കോഴിക്കോട് വരും. ഈ പ്രസവം കഴിഞ്ഞ ഈ കുട്ടിന് ആ അമ്മനായിട്ട് 2 സിസേറിയൻ കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചു, എന്താവും എന്റെ ഒരു മാനസികാവസ്ഥ, എന്റെ കുടുംബത്തിന്റെ താളം എങ്ങോട്ടാവും. മൂത്ത മകനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൊണ്ടും നിങ്ങളോട് പറയാൻ എങ്ങനെ പറഞ്ഞു തീർക്കാന്നറിയില്ല, അത്തരം പ്രതിസന്ധിയായി. എന്നാൽ ഈ പ്രതിസന്ധി കൂടെ കൊണ്ടുപോകണം ഈ കുട്ടിയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വല്ലതും പ്രതീക്ഷ തരാൻ കഴിയുമെന്നുള്ളതിന് ഒരു പ്രതീക്ഷയില്ല.
ഓരോ ഹോസ്പിറ്റലിലും ഇത് രോഗമുക്തമായ ഒരവസ്ഥ ഈ കുട്ടിക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയും തരുന്നില്ല. അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് ക്രോമസോൺ മേഖലയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഒരു 1.5-2 വയസ്സ് വരെ ജീവിച്ചാൽ ജീവിച്ചു, അത്രേ ഉള്ളൂ. ഇനി ഹാർട്ടിന് നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരാം, പക്ഷെ അത് അങ്ങനത്തെ സ്ഥലത്താണ് ആ ഹോള് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഓപ്പറേഷൻ ചെയ്താൽ സക്സസ് ആവുന്ന യാതൊരു ഉറപ്പില്ല. അതിന് 5 ലക്ഷം രൂപ കെട്ടിവെക്കും വേണം. ഒരു പക്ഷേ വീണ്ടും ഹാർട്ട് റീകണക്ഷൻ കൊടുത്താൽ കുട്ടി ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല. ഞങ്ങൾക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല. ഇനി ഹാർട്ട് അങ്ങനെ ശരിയായെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഫാൾട്ട് ആണെങ്കിൽ തീർത്താൽ തീരില്ല, അതിന് ചികിത്സ ഇല്ല. അത് വളർച്ചയിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒരു മംഗോളി ഫേ ഒരു മംഗോളി ഫേസ് ആയ ഒരു അവസ്ഥയിൽ ഞാൻ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി എനിക്ക് വന്നതുപോലെ തല്ലാത്തതോ ആയതോ വേറെ രീതിയിലോ വന്ന് എഫക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാൻ നമ്മൾ ഇന്ന് പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ ഏത് നിമിഷവും സോക്രട്ടീസിന്റെ വാള് നിൽക്കുന്ന പോലെ നമ്മുടെ തലയ്ക്ക് മേലെ ഒരു പ്രതിസന്ധി ദൈവം തൂക്കി വെച്ചിട്ടുണ്ട് എന്ന സത്യം നമ്മൾ യാഥാർത്ഥ്യത്തോടെ തിരിച്ചറിയണം. നിങ്ങൾ നോക്കുക, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായി വളർന്നു വന്ന ആളാണ് ഈ നമ്മളിപ്പോ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ. അദ്ദേഹം ആത്മഹത്യയുടെ നെഞ്ചിലേക്ക് ഒരു വെടി വെച്ചിട്ടാണ്. എന്തിന്റെ കുറവുണ്ടായിരുന്നു? അയാളെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോണ പ്രതിസന്ധി അയാൾക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അയാളെ ഏറ്റവും അടുത്ത ഭാര്യയ്ക്ക് പോലും അയാളെ പ്രതിസന്ധി അറിയില്ലായിരുന്നു. അപ്പൊ നമ്മള് രക്ഷിതാക്കള്, മാതാപിതാക്കളെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ, രക്ഷിതാക്കൾ അറിയിക്കേണ്ട കാര്യം, മക്കളെ അറിയിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ സൊല്യൂഷൻ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നാളെ വരാൻ പോണ എന്തെങ്കിലും വരുമ്പോൾ എങ്ങനെ നേരിടണം എന്ന് അറിയേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും വിഷമമൊന്നും തോന്നരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ദൈവം എനിക്ക് പരിഹാരം തന്നിട്ടുണ്ട്. പക്ഷെ പറയുമ്പോൾ ഞാനത് പറയാം. ആ മകളായിട്ട് ഞങ്ങൾ മാസങ്ങളോളം വർഷങ്ങളോളം ഞങ്ങൾ നടക്കും. എന്ത് ചെയ്യും എന്നറിയാതെ അവിടുന്ന് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ, കോട്ടക്കൽ ആരോഗ്യശാലയിലെ ഒരു ഡോക്ടർ കിരാതമൂർത്തി എടപ്പാണ്. അയാള് എൻ്റെ അടുത്ത് മകളെ മേടിക്കുകയാണ്. ഞാൻ നോക്കട്ടെ എന്നിട്ട് 12 വർഷം എൻ്റെ മകളെ അയാൾ ചികിത്സിച്ചു. അയാൾ പ്രബന്ധം എഴുതി, അതിലൂടെ അയാള് ഹോസ്പിറ്റലില് അയാൾ എക്സാമില് അയാൾ വേറൊരു സ്റ്റേജിലേക്ക് കടന്ന് പ്രൊഫസറായി മാറി. ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ തന്ന ഒരു കോൺഫിഡൻസ്, ആ ഒരു വിശ്വാസം എൻ്റെ മകളെ അയാൾ തിരിച്ചു തന്നു. ചുരുക്കം ഇന്ന് മകൾക്ക് 2 വയസ്സിന്റെ അപ്പുറം പോകൂല എന്ന് പറഞ്ഞ മകൾ ഇന്ന് നിൽക്കുന്നത് 18 വയസ്സ് കഴിഞ്ഞു. ഇന്നോട് എന്റെ പേര് വിളിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതിന് നടക്കാൻ കഴിയുന്ന തന്നെ ആള് ഞാൻ ശബരിമലയ്ക്ക് കൊണ്ടുപോയി. ഈ ഒന്നിനും ഹാർട്ടിന് എത്രയോ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസിലും മറ്റുള്ള തിരിച്ചു മരണപ്പെട്ട എത്രയോ പ്രാവശ്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ തരണം ചെയ്തിട്ട് ഇന്ന് നിങ്ങളോട് പറയാൻ, അതിന്റെ ഒരു ഷോർട്ട് ഫോമിൽ ഞാൻ പറയാൻ, അവൾ എവിടെ എത്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ, ഞാൻ എന്റെ വർക്ക് തുടങ്ങുന്നത് TVSന്റെ ആക്റ്റീവ ടൈപ്പ് വണ്ടി ഉണ്ടല്ലോ, അതിലായിരുന്നു. അന്ന് എന്റെ കയ്യിൽ അതാണല്ലോ. ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോണ വണ്ടി. ആ വണ്ടിയിൽ നിന്ന് ഞാൻ പിന്നെ പൾസർ ഗ്ലാമറിലേക്ക് മാറി. ഗ്ലാമറിൽ നിന്ന് പിന്നെ ഞാൻ ഇതിന്റെ ബിസിനസിന്റെ ബിസിനസ് നേരെ ഞാൻ 800 എടുത്തു. ഈ 800 എടുക്കുന്നതിന്റെ മുന്നേ ഞാൻ ഗ്ലാമറിൽ പോകുമ്പോൾ ഞാൻ എവിടെയോ വെച്ചിട്ട് രാത്രി ഉറക്കത്തിലൊന്ന് വീണുപോയി. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ രാത്രി 9 മണി 10 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോ എന്റെ ഡ്രസ്സ് നോക്കിയപ്പോ ചളി കണ്ടപ്പോ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പേപ്പർ ഡ്രസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഇന്നൊന്ന് വിളിച്ചാൽ പോരാ, ഇതിന് അച്ഛൻ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് 18 വയസ്സ് കഴിഞ്ഞു. അന്ന് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണ ഇന്നേക്ക് 5 വർഷം തികയാൻ പോകും. ആ ഒരു 4 വർഷം മുന്നേ ഈ സമയത്തിനുള്ളിൽ മോള് ചോദിച്ചപ്പോ ഞാൻ എന്റെ ആൻസർ പറഞ്ഞു. വളരെ ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പോഴും നിങ്ങളോട് എന്റെ ഹൃദയത്തിൽ ഭാഷ പറയാൻ, ഞാനിവിടെ കിടക്കും, എന്റെ മാള് ഇപ്പുറത്ത് കിടക്കും, 2 സൈഡില്, ഒരു ഭാഗത്ത് ഭാര്യയും ഒരു ഭാഗത്ത് മകളും. 18 വയസ്സായ മകളായിട്ട് ഞാൻ കിടക്കുന്നതാണ്. ഇന്നും അതിൽ ആനന്ദം കൊള്ളിട്ടാണ്. ഭാര്യയാണ്, ഭർത്താവ് മകളാണ് തിരിച്ചറിഞ്ഞിട്ടാണ്. ഉറങ്ങുന്ന മകളായിട്ട് ഞാൻ അന്ന് ജന്മം നൽകി അന്ന് പോലെ ചെയ്യണം. നിങ്ങളൊരു രക്ഷിതാവളാണല്ലോ, നിങ്ങൾ ചിന്തിച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും ഒരു മാനസികാവസ്ഥ. പൂർണ്ണമായി ഉറങ്ങുന്ന ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു ഭാഗത്ത് മകളാണ്, ഒരു ഭാഗത്ത് ഭാര്യയാണ്. അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കി
ഈ ഒരു ദിവസം വണ്ടി ആക്സിഡന്റ് ആയപ്പോൾ അല്ല വീണപ്പോൾ ഞാനത് പറഞ്ഞ് നിങ്ങളോട് പറയാൻ അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അവൾ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ എവിടെയാണ്, അച്ഛൻ എവിടെ എത്തി, അച്ഛൻ എവിടെയാണ്, അച്ഛൻ എവിടെ എത്തി. ഇതിലും പല സുഹൃത്തും വേറെ എന്താക്കിട്ടല്ല. ഇന്റെ ഇന്റെ യാത്ര എത്രമാത്രം സുഗമമാക്കാനാണ് അവൾ ശ്രമിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ദൈവം തന്ന ഒരു കൃപ അതാണ്. നമ്മൾ ഒരിക്കൽ കൊടുത്താൽ തിരിച്ച് ദൈവം തരും എന്നുള്ള സത്യം. ആ മകള് വളർന്ന് ഇന്ന് 18 വയസ്സിൽ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യും. ഞാൻ പലപ്പോഴും പ്രോഗ്രാമിന് മീറ്റിങ്ങിന് കൊണ്ടുവരാറുണ്ട്. മുബിൻ സാറിന് വരെ അവള് പിന്നെ ഇഷ്ടപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ട്. മുബിൻ സാറിന് വരെ പലപ്പോഴും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട, നാട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, കുടുംബത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണ് മാറി. ഞങ്ങൾ ടീമിലെ മീറ്റിംഗിൽ ഇരിക്കുന്ന, സൗ മീറ്റിംഗിൽ ഇരിക്കുന്നത് പലപ്പോഴും അവളെ മൊബൈലായിട്ട് ഇരിക്കുക. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നിപ്പോ കിടക്കുന്ന ഉറങ്ങണ കാരണം തലപിടിച്ചില്ല. ഞാൻ എന്തിനാണ് ഈ മകളെ എഡിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ തളർന്നിട്ട്, അന്ന് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ സ്വപ്ന ലോകം തരാൻ പറ്റില്ല. അവളാണ് എന്നോട് പറഞ്ഞ അച്ഛാ കാർ എടുക്കണം, കാർ എടുക്കണം, കാർ എടുക്കണം, കാർ എടുക്കണം. ഞാൻ 800 എടുത്ത് 800 എടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു അച്ഛാ ഇതിനേക്കാൾ നല്ല വണ്ടി എടുക്കണം, ഇത് കുറെ കഴിയുമ്പോൾ ബുദ്ധിമുട്ട് വരികയാണ്, ചൂടെടുക്കുകയാണ്. കാരണം നമ്മൾ പിന്നെ കപ്പാസിറ്റി കുറവല്ലേ. ഇപ്പൊ ഞാന് എന്റെ വണ്ടിയായിട്ട് എന്റെ ഫാമിലി ആയിട്ട് ഞാൻ എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ എടുത്തുള്ള രണ്ടാമത്തെ സീറ്റ് എന്റെ മകളെ എനിക്കറിയും. അവള് അഭിമാനത്തോടു കൂടി ആ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു സെൽഫി എടുത്ത് ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ദൈവം തന്ന സുഹൃത്തായിട്ടാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത്. അത് തന്നത് ഈ ബിസിനസ്സാണ് എനിക്ക്. അത് തന്നത് ഈ ബിസിനസ്സാണ്. എങ്ങനെ എങ്ങനെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ ഫ്രണ്ട് എനിക്ക് ബിസിനസ് അവസരം കാണിച്ചു തന്ന സമയത്ത് ഞാൻ റിജക്ട് ചെയ്ത ബിസിനസ്സാണിത്. കാരണം മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ആംബേ എന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് എഫേർട്ട് എടുത്തിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ ഇനി നെറ്റ്വർക്ക് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചായിരുന്നു. ആ നെറ്റ്വർക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഇന്നത്തെ ZDC ആയിട്ടുള്ള പിന്നെ പ്രശാന്ത് സാറ് എനിക്ക് അവസരം തരുന്നത്. പിന്നെ അത് നമുക്ക് ഗ്രാജുവലി നമ്മൾ ടൈം പോകണ്ടല്ലോ, പരിധി വരെ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഞാൻ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് മകളുമായിട്ട് വീട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മകൾക്ക് കുറച്ചൊരു ഭേദപ്പെട്ട അന്തരീക്ഷം വന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നത് പശുവിന്റെ വലിയൊരു ഫാം, 10 പശുക്കളൊക്കെ വെച്ച് വലിയൊരു ഫാം വീട്ടിൽ തുടങ്ങി. അപ്പൊ വീട്ടിൽ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവില്ല വിചാരിച്ചു. ഭാര്യ വേറൊരു ഹോസ്പിറ്റലിലേക്ക് രണ്ടാമതൊരു ജോയിനിങ്ങിന് പോയി സാമ്പത്തികം കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടാൻ ഞാൻ ഭൂമിയുടെ കച്ചവടം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു 2 വർഷത്തിൽ ആ സമയത്ത്. അപ്പൊ ആ ഭൂമിയുടെ കച്ചവടത്തിൽ എനിക്ക് ക്ലിക്ക് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആംബയിൽ നിന്നുള്ള ആ എക്സ്പീരിയൻസ്, ആളുകളെ നേരിടാനുള്ള കഴിവ് ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് അതിൽ നിന്നൊരു സാമ്പത്തിക പ്രശ്നം എനിക്ക് തരണം ചെയ്യാൻ പറ്റിയത്. അപ്പൊ വീട്ടിലൊരു പശുവിന്റെ ഫാമായിട്ട് ഒതുങ്ങി കൂടുന്ന സമയത്ത് പശുവിനെ നോക്കാൻ നേരല്ലാത്ത വേറെ ഒന്നിനും നേരമില്ലാത്ത അവസ്ഥയായി. അപ്പൊ ഇന്ന മകള് പറയാണ് ഇന്നെക്കാൾ അച്ഛന് പശുവിനെ നോക്ക്. ഞാൻ അപ്പൊ അത്രയ്ക്ക് ഇന്നെ വീറിടാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവൾ വന്നു കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആ പശുവിന്റെ ഫാമായി നിൽക്കുന്ന സമയത്ത് ഒന്നിനും നേരമില്ല. ഈ പശുവും ഞാനും ആ ഒരു ലോകത്ത് മാത്രമായി നിൽക്കുന്ന സമയത്ത് മകൾക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം വന്നു. ഈ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രശാന്ത് എനിക്ക് ബിസിനസ് അവസരം തരുന്നത്. എനിക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പവർ എനിക്കറിയാം. ഒരിക്കൽ വിജയിച്ച് കഴിഞ്ഞാൽ, സാധാരണ വിജയമല്ല പറഞ്ഞു, ഒരു ITC അല്ലെങ്കിൽ അതിന്റെ മേലേക്ക് വേണമെങ്കിൽ നമുക്ക് NTC പറയാം. ITC മുതലായിട്ട് വിജയിച്ച് കഴിഞ്ഞ ഒരു വ്യക്തി പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള ചരിത്രം ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഇല്ല. ഇതെനിക്കറിയാം. എന്തുകൊണ്ട് ഇങ്ങനെ ജീവിതം തരണം ചെയ്ത് എനിക്ക് ഒരു ITC ആയിക്കൂടാ എന്നൊരു തോന്നൽ ഇതിൽ വളർത്തിയെടുക്കാൻ പറ്റും. ആ കോൺഫിഡൻസിൽ നിന്ന് എടുത്തതിൽ ഞാൻ ഈ മകളെ, ഈ പറഞ്ഞ മാനസികാവസ്ഥ എപ്പോ വേണമെങ്കിലും ബോധം കെട്ട് വീഴാം, ഹാർട്ടിന് പ്രശ്നം വരാം, ബ്രെയിനിന് പ്രശ്നം വരാം, ബുദ്ധി പരിമിതമുള്ളൂ. ഞാൻ അന്ന് നമ്മളെ ഒരു പ്രൊഡക്റ്റും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അവളെ ആണ് വീട്ടിലുള്ളത്. ഭാര്യ ജോലിക്ക് പോകും, മകൻ പഠിക്കാനും പോകും. നിൽക്കുന്ന സമയത്ത് ഞാൻ പശുവും വീടും ഇവളും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് എനിക്ക് പ്രശാന്തി അവസരം തരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അൽത്താഫും എൻ്റെ അപ്ലൈൻ, പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ ശ്വാസം എന്ന് പറഞ്ഞത് എൻ്റെ അപ്ലൈന്മാരാണ്. റഫീഖ് സാറും തിരൂര്, അൽത്താഫ് സാറ് പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി. ഇവർ രണ്ടുപേരും ആണ് എന്നെ വളർത്തിയെടുത്തത്, എനിക്ക് വലിയ ടീം ഉണ്ടാക്കി തന്നത്. അതെല്ലാം അവരെ കഴിവും പ്രാപ്തിയാണ്. മനോജേട്ടാണ് ഏറ്റവും പിന്നെ സീനിയർ ആയിട്ടുള്ള ITC ലീഡർ.
പിന്നെ സുരേഷ് സാറിന്റെ പിന്നെ മഞ്ചേരി, ഷംസു സാറിന്റെ മഞ്ചേരി, അതൊക്കെ ടീം ലീഡേഴ്സാണ്. ആ ഓർഗനൈസേഷന്റെ തണലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, ശശിയേട്ടാ നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി, നിങ്ങളെ ക്യാമ്പയിൻ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി. ആ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ പശുവും കുട്ടിയും അത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് സൈൻ ചെയ്തൊരു വ്യക്തിയാണ്. ആ കമ്മിറ്റ്മെന്റ് എനിക്ക് കാണിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് രണ്ടാളെ ജോയിൻ ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും എൻ്റെ മകളെ കിട്ടും. അവിടുന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് പശുവിനെ കറക്കാൻ ഒരാളെ ഏൽപ്പിച്ച്, പശുവിനെ കൈകാര്യം ചെയ്യാൻ ഒരു സ്റ്റാഫിന് ഒരാളെ ഏൽപ്പിച്ച്, അങ്ങനെ അത് ചെയ്തു നോക്കി. അവിടുന്ന് എനിക്ക് കമ്മിറ്റ്മെന്റ് ടീം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം വന്നപ്പോൾ വേഗം സീരിയസിലേക്ക് ബിസിനസ് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രമേണ ക്രമേണ പശുക്കളെ എണ്ണം കുറച്ചു. പിന്നെ നിങ്ങളോട് പറയാൻ പലപ്പോഴും പലപ്പോഴും ഇതാ ഈ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോലും ഈ മകളെ ഞാൻ കിഴക്കോർത്ത വാതില് വടക്കോർത്തെ അടുക്കളര വാതിലും ചാവിട്ട് പൂട്ടി, ഈ ചാവി ഞാൻ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ പകുതി അറിവും ബോധവും തന്ന് മാത്രമല്ല, ഈ കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് ഞാനിപ്പോ ഫീൽഡിൽ പോകുന്നത്. അത് ആദ്യ സമയങ്ങളിൽ വീട്ടിലെ എല്ലാ വാതിലിന്റെ ടവർ ബോൾട്ടുകളും ഞാൻ ടവലിട്ട് കെട്ടും. കാരണം അതിനുള്ളിൽ പോയി കുടുങ്ങിപ്പോയാൽ തുറക്കാൻ പറ്റാതെ വരുമല്ലോ, സംസാരിച്ചാൽ കേൾക്കില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല, അപ്പൊ കുടുങ്ങിപ്പോയല്ലോ വിചാരിച്ചിട്ട് ഒരു ആയുധങ്ങളോ ലൈറ്ററുകളോ ഒന്നും ഞാനും ഭാര്യയും പിന്നെ പുറത്തു വെക്കാറില്ല. നമ്മളെ സ്റ്റാർട്ടിങ് ഏരിയയുള്ളൂ. എത്രയോ പ്രാവശ്യം വീട്ടിൻ്റെ ഉള്ളിൽ അബോധാവസ്ഥയിൽ കിടന്നിട്ടുണ്ട്. അത് കാണുമ്പോ നെഞ്ചു പൊട്ടുമായിരുന്നു. അപ്പോ അങ്ങനത്തെ വളർത്തി വലുതാക്കിയിട്ട് ഞാൻ ഇന്ന് ഞാൻ എന്തെങ്കിലും പറയും, ഞാൻ അവളെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഒരു രാജകീയ പരിവേഷം അവൾക്ക് കൊടുക്കണ്ടേ, ഇത് ഞാൻ കൊടുത്തുകൊണ്ട് വളർത്തുകയാണ്. അതിൽ നിന്ന് എല്ലതും എനിക്ക് നേടിത്തന്നത് ഈ ബിസിനസ്സാണ്. അങ്ങനെ ഞാൻ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്പ് ചെയ്ത ബിസിനസ് ഇന്നെത്തി നിൽക്കുന്നത് കോടികളുടെ ടേൺ ഓവറിലേക്കാണ്. നമ്മളെ സുബ്രഹ്മണ്യ സാറ് എന്റെ സ്റ്റേജിൽ ആർട്ടിസിയാണ്. സുബ്രഹ്മണ്യ സാറൊക്കെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ആർട്ടിസിയിൽ സ്റ്റേജ് കറക്റ്റ് ആണെങ്കിൽ ഇൻകം എത്ര ഉണ്ടാവും, അതെല്ലാം നമ്മൾ നേടിയിരിക്കുന്നു. ഇവിടെ എന്താണ് പരിവർത്തനം വരുത്തിയത്, എങ്ങനെയാണ് എനിക്കത് സാധിച്ചത്, ഞാൻ നിങ്ങളെ ആ സബ്ജക്റ്റിൽ നിന്ന് വിടുകയാണ്. ഈ ബുക്ക് മുബിൻ സാർ തന്ന ബുക്കാണ്. ഈ ബുക്ക് എനിക്ക് മുബിൻ സാർ തന്നതാണ്. ഈ മുബിൻ സാർ എന്നീ ബുക്ക് വാങ്ങി മൂപ്പര എഴുതി തന്നതിനെന്താ വെച്ചാൽ, എന്നെ പഠിപ്പിച്ചിട്ടൊരു സിസ്റ്റത്തിൽ 10 കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് മാറി എന്നുള്ളത് എനിക്ക് പറയണ്ടേ. ഈ ഇമോഷണൽ കാര്യം കഴിഞ്ഞല്ല, അത് ഇന്ന് ജീവിതം തന്നത് വളരെ ത്രില്ലും വളരെ ഹാപ്പിനെസ്സും. എൻ്റെ വീടിന്റെ പണിയെല്ലാം ഏകദേശം 80% കഴിഞ്ഞ്, ചുറ്റുമതിൽ എല്ലാം 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 എനിക്ക് പല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. പശുവിന്റെ ഫാമൊക്കെ ഒഴിവാക്കി. ഇനി മകളിപ്പോ എന്നോട് പറയും, അച്ഛൻ പോയിക്കോളി, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം പറയും. ആ കണ്ടീഷനിലായി മാറി. പ്രായം ഒക്കെ ഏകദേശം പക്വതയിലേക്ക് വന്നു തുടങ്ങി. സ്വന്തം കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കി വെച്ചത്. യെസ്, ഇതിന്റെ ഒരു സ്റ്റേജ് ആയിട്ട്. രണ്ടാമത്തെ സ്റ്റേജ്, തരണം ചെയ്യണം ജീവിതം. ജീവിതം എന്ന് പറഞ്ഞത് ഒരിക്കൽ കിട്ടിയതാണ്. അതെങ്ങനെ നമ്മൾ ജീവിച്ച് തീർക്കണം എന്നുള്ള ചിന്തയിലേക്ക് വീണ്ടും എന്നെ കൺവെർട്ട് ചെയ്തു. ആ കൺവെർട്ട് ചെയ്തത് ഈ ഓർഗനൈസേഷനാണ്, ഈ കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുത്തു. ആ പഠിച്ചെടുത്ത കാര്യങ്ങൾ കുറച്ചുകൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റ് അവസാനിപ്പിക്കാൻ നിങ്ങളോട് പറയുന്നത്, എന്നും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരും എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ പ്രയത്നത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ എന്തും നമുക്ക് ദൈവം തരും. മുബിൻ സാർ പറയാറുണ്ട്, എപ്പോഴും ഞാൻ ആ വീഡിയോ കേൾക്കാറുണ്ട്, പറയേണ്ടതാണ്, ഒരിക്കൽ ഈ ഭൂമിയിൽ ഒരു എഫേർട്ട് ഇട്ടാൽ അതിന് പ്രതിഫലം തരാതെ, അതിന് റിസൾട്ട് തരാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിന് തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഞാനിവിടെ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, എനിക്കൊരു വിശ്വാസം ഉണ്ടായി. എന്നെ ഈ മകളെ ഏൽപ്പിച്ചത് മറ്റുള്ളവർ എൻ്റെ കുട്ടികളെ വളർത്തിയ പോലെ അല്ല, അതിലൊരു തികച്ചും റിസൾട്ട് ആയിട്ടുള്ള ഒരു എൻ്റെ മകന്റെ ലൈഫ് ഏറ്റവും സുരക്ഷിതമായ ഒരു ലൈഫ് അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതിന്റെ കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾക്ക് കുടുംബല്ലേ, നമ്മൾ ഓരോരുത്തർക്കും. എന്റെ കല്യാണം കഴിച്ചവരുണ്ടാവും, കല്യാണം കഴിക്കാത്തവരുണ്ടാവും. എങ്കിലും ശരി, ഞാൻ കല്യാണം കഴിച്ച അതേ മനോഭാവത്തിൽ പറയാം. നാളെ നമ്മൾക്ക് ഒരു പ്രതിസന്ധി,
റോയ് സാറുടെ ഗ്രൂപ്പിന്റെ, അദ്ദേഹം പോകുന്ന സമയത്ത് ആ അവിടെ വന്ന വിടം ആർക്ക് നികത്താൻ പറ്റും? അതേ സമയത്ത് നമ്മളൊരു സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്ഥിരമായ വരുമാനം ഒരു പെൻഷൻ പോലെ വീട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ കമ്പനിയിലെ യമുന മേഡത്തെ പോലെയൊക്കെയുള്ള ആളുകൾ, അശോകൻ സാറെ ഭാര്യയെ പോലത്തെ ആളുകൾക്ക് പെർമനന്റ് ആയിട്ട് ഇൻകം വരുന്ന പോലെ ഒരു തിയറി നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആജീവനാന്തം നിങ്ങളും നിങ്ങളെ കുടുംബവും കുടുംബത്തിന്റെ ശേഷം വരുന്ന തലമുറയും രക്ഷപ്പെടുന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ കണ്ടെത്തിയത് ഇതിലെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. ഈ കമ്പനിയിലുള്ള വിശ്വാസം ഞാൻ എന്നിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. ആ വിശ്വാസത്തിന് പ്രോഗ്രാമിൽ പോയി. അതിൽ എന്റെ പ്രതിസന്ധിനെ ഞാൻ ദൈവത്തിൽ ഏൽപ്പിച്ച് ദൈവം ഒരു പരിഹാരം കാണിച്ചു തരും. അവൾ ആയസ് കളയില്ല. അവൾക്ക് വേണ്ടിയിട്ടും അവന് വേണ്ടി, എന്റെ മകന് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ കഠിനമായ പ്രയത്നം ചെയ്യുന്നത്. അപ്പോ അതിന് റിസൾട്ട് തരും. ആ കോൺഫിഡൻസ് എന്നെ ഇത് വളർത്തി വലുതാക്കി. അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനമായ കാര്യങ്ങൾ, നമ്മൾ വ്യത്യസ്തമായ ജീവിത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളാണ്. പല പല ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. നമ്മൾ ഒരു മാലയിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്യാൻ, ഒരു ലൈനിലേക്ക് നമ്മൾ വരികയാണ്. ഇതിന് കാരണത്താൽ നമ്മൾ അറിയാത്ത ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് നല്ല വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങളെ ഓരോ അപ്ലൈമാരെ കൺകണ്ട ദൈവമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ സുബ്രഹ്മണ്യൻ സാറ്, ഇപ്പൊ പ്ലാൻ നമ്മൾ MC ആയിട്ടുള്ള ഫർസാന, അല്ലെങ്കിൽ നസീഫ, നുസ്രത്ത്, ഇവരെല്ലാം ഇതിനെ പഠിച്ച് മനസ്സിലാക്കി ഇത് എന്താണ് ഈ തിയറി എന്നുള്ളതിന്റെ അണ്ടർസ്റ്റാൻഡ് ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെ നിന്നിട്ട് എടുക്കണം ഈ ബിസിനസ്സിന്. ഇതിന്റെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കണം. ആ ഒരു എത്തിപ്പെടലും ആ ഒരു തീരുമാനവും വലിയ 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 സാധ്യതയിലേക്ക് എത്തിക്കുക. പിന്നെ നിങ്ങളൊരു അപ്ലൈൻ ഫോളോ അപ്പ് ചെയ്യേണ്ട, പിന്നെ നിങ്ങളൊരു അപ്ലൈൻ വിളിക്കേണ്ട, പിന്നെ നിങ്ങളൊരു അപ്ലൈൻ പറയേണ്ട. പക്ഷെ ഈ തീരുമാനത്തിൽ ഒരു വ്യക്തി എത്തുന്നവരെ നമ്മൾ ആ വ്യക്തിയെ നമ്മളിങ്ങനെ വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുപോകാൻ പറ്റും. അത്ര ഇവിടെ വ്യത്യാസം. അങ്ങനെ ഒരു വിശ്വാസത്തിൽ വരിക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തിന് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തത്, അല്ലാതെ എങ്ങനെ ചെയ്യണം എന്നല്ല. പലപ്പോഴും ആളുകൾക്ക് വരുന്ന വ്യത്യാസം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി വേവരാതിപ്പെട്ടിട്ട് ആളുകളോട് പറയാൻ പോകും. എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യും, പ്രൊഡക്റ്റ് എടുക്കും, സിസ്റ്റം. പക്ഷെ എഴുതി വെക്കേണ്ടത്, ഈ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ചെയ്യണം എന്നല്ല, എന്തിന് ചെയ്യണം എന്നാണ്. അതുകൊണ്ടാണ് എനിക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ, ഇനി എൻ്റെ സ്വപ്നലോകം കെട്ടിപ്പടുക്കാനും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അപ്ലൈമാരുള്ളിടത്തോളം കാലം അതിനൊരു സിസ്റ്റം വരും. എന്തിന് ചെയ്യണം എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നാൽ എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ സമൂഹം, എൻ്റെ ആളുകളോടുള്ള ഇടപഴകൽ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ എന്തിനു. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഇന്ന് പ്രസാദ് സാറ്, ഇന്ന് ബെന്നി സാറ് ഒരു മാസം 10, 20, 50, 40 ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ അതൊരു 5 കൊല്ലം അടുപ്പിച്ച് കിട്ടിയാൽ ഒരു തലമുറയ്ക്ക് ജീവിക്കാനുള്ളതായില്ലേ? പിന്നെന്തിനാണ് അവർ ബിസിനസ് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഉള്ളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കണ്ടെത്തുന്ന ഒരു അനുഭവത്തിലുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. അതാണ് അവരെ നയിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്തിന് ബിസിനസ് ചെയ്യണം എന്നുള്ള ആ ഒരു പോയിന്റ് നമ്മൾ നിർബന്ധമായിട്ടും കണ്ടെത്തണം. ഫസ്റ്റ് പോയിന്റ്. പിന്നെ എങ്ങനെയെന്നുള്ളത് അപ്ലൈമാരോടുത്ത് ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, 10 കാര്യങ്ങളെ നിങ്ങൾ ദിവസം എഴുതണം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഏതെങ്കിലും ലീഡർ പറഞ്ഞു തന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കണേലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബുക്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസവും 10 കാര്യങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടത് പണമാണ്. അത് എത്ര രൂപ? ഇന്ന് 1 ലക്ഷം രൂപ എൻ്റെ ഒരു മാസം വാങ്ങുന്നെങ്കിൽ ഞാൻ എഴുതുന്നത് 2 ലക്ഷം രൂപ മാസ വരുമാനത്തിൽ ഞാൻ എത്തും. ഈ വർഷം അവസാനിക്കുമ്പോൾ ഞാൻ 2 ലക്ഷം രൂപയുടെ വരുമാനത്തിലേക്ക് എത്തും. ഇപ്പൊ ഞാൻ നിൽക്കുന്ന 10,000 ആണെങ്കിൽ ഞാനത് 25,000-ലേക്കും 50,000-ലേക്കും ഞാൻ എത്തും. ഇത് ദിവസം എഴുതിക്കൊണ്ടിരിക്കും. എഴുതുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിലേക്ക് പതിയും. അങ്ങനെ നിങ്ങൾക്ക് അനിവാര്യമായി ഉള്ള 10 കാര്യങ്ങൾ ദിവസവും എഴുതുക എന്നുള്ളതാണ് ഞാൻ എത്തിയ മാർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം തരുന്നത്.
അല്ലെങ്കിൽ ഒരു ആശയം തരുന്നു. 2, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ടത് ഓരോ ദിവസവും ചെയ്യേണ്ടത് 10 കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. ഇന്ന് രാവിലെ ഫോളോ അപ്പ് ഉണ്ടോ, ഇന്ന് രാവിലെ മീറ്റിംഗ് ഉണ്ടോ, ഇന്ന് രാവിലെ ഇന്നലെ ടീം മീറ്റ് ഉണ്ടോ, ഇന്ന് BOP ഉണ്ടോ, പിന്നെ ഇന്ന് ആരൊക്കെ വിളിക്കണം, എല്ലാം ഇങ്ങനെ 10 കാര്യങ്ങൾ. നിങ്ങളെ കുടുംബത്തിലെ കാര്യങ്ങൾ എഴുതണം. കുടുംബം വിട്ടുള്ള ഒരു കളിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ ഇങ്ങനെ അരി വാങ്ങണോ, പഞ്ചസാര വാങ്ങണോ, പിന്നെ റേഷൻ പീടികയിൽ പോകണോ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. 10 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. മൊത്തം കാര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 20-30 കാര്യം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബിസിനസ്സിലേക്ക് വേണ്ടതും മറ്റു കാര്യങ്ങളായിട്ടുള്ള 10 കാര്യങ്ങൾ ദിവസം. അപ്പൊ അത് ദിവസത്തെ ആക്ടിവിറ്റിയിൽ വരും. മറ്റത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരു മാസത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും, ഒരാഴ്ചക്കുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും, ഒരു കൊല്ലത്തേക്കുള്ള പ്രിപ്പറേഷൻ അത് എഴുതി തീർക്കും. അതാണ് നിങ്ങളെ ജീവിതത്തിലെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും മുന്നോട്ട് കൊണ്ടുവന്നത്. 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ആരാവും, 2 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ആരാവും, എനിക്ക് എന്താ ലക്ഷ്യം, ഈ വർഷം ഞാൻ എത്ര വരുമാനം വാങ്ങും, എല്ലാം പണത്തിനെ ആസ്പദമാക്കിയിട്ട് എഴുതുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം പൈസ കൊണ്ടാണ് ഇതെല്ലാം പരിഹരിക്കപ്പെടുക. നിങ്ങൾ എഴുതുന്നത് കാശിക്ക് പോകാനാണ്, നിങ്ങൾ എഴുതുന്നത് അജിന് പോകാനാണ്. പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുക? അപ്പൊ പണം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളെ അയൽവാസിക്ക് 10 പേർക്ക് ഓരോ ചാക്ക് അരി വീതം കൊടുക്കണമെന്നുണ്ട്. അവരുടെ വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അത് കൊടുക്കണമെങ്കിൽ പൈസ ഇടുന്നുണ്ട്. പൈസ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുക? നിങ്ങൾ അയൽവാസിയിൽ ഒരു വീട്ടിൽ ഒരു അമ്മ ഉണ്ട്, ആ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ വയ്യ, പക്ഷെ അവർക്ക് ഒരു ദിവസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് ചെയ്യും? ഒരു പശുവിനെ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 50,000 രൂപയ്ക്ക് ഒരു പശുവിനെ മേടിച്ചു കൊടുത്താൽ അവരുടെ കുടുംബം രക്ഷപ്പെടുമെങ്കിൽ അതിന് 50,000 രൂപയിലെ എങ്ങനെ പശുവിനെ കിട്ടുക? അപ്പൊ പണം ആവശ്യമാണ്, പണത്തിന് ആസ്പദമാണ്. പണം ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. അത്യാർത്തിയുടെ ആവശ്യമില്ല, ആർത്തിയുടെ ആവശ്യമില്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉയർന്നാണ്. നിങ്ങൾക്ക് ഇന്ന് യാത്ര ചെയ്യാൻ ഒരു 800 വാങ്ങാനുള്ള സാമ്പത്തികം ഉള്ളൂ. അപ്പൊ നിങ്ങൾ പിന്നെ കിയന്റെ സെൽടോക്സ് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ എടുത്ത 14 ലക്ഷം രൂപ വിലയുള്ളതാണ്, EV ആണ്, അത് എടുക്കാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപയുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കായാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നീങ്ങി പോവുക. പക്ഷെ അപ്ഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കണം. അവൻ ഞാൻ പറഞ്ഞു നിർത്തിയത് 10 കാര്യങ്ങൾ നിങ്ങൾ ഡ്രീം ആയിട്ടുള്ള എഴുതുക. 10 കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്തു തീർക്കേണ്ട എഴുതുക. അത് 10-ൽ കൂടുതൽ നിങ്ങൾ അത് എഴുതുക. രണ്ടാമത്, നിങ്ങൾക്കുള്ള ഒരു വീക്ക്നെസ്, ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറവ് എന്താണ്, എന്തിലാണ് നിങ്ങൾക്ക് പ്രസന്റേഷൻ സ്കില്ലിന്റെ കുറവോ, അല്ലെങ്കിൽ ഫോളോ അപ്പിൽ പോകുമ്പോൾ സംസാരിക്കാൻ പറ്റായ്മ, എവിടെയാണോ നിങ്ങൾക്കുള്ള ഒരു അപാകത, അതും എഴുതുക. എഴുതിയിട്ട് ഇതിനെ മാറ്റം വരുത്താൻ എന്താ ചിന്തിക്കുക. അതോടൊപ്പം നിങ്ങൾക്കുള്ള 10 ഗുണങ്ങൾ, ആ 10 ഗുണങ്ങൾ, നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ സ്കില്ലുണ്ട്, ഒരാളെ കൂട്ടിപ്പിടിക്കാനുള്ള ഒരു കഴിവുണ്ട്, ആരെ കണ്ടാലും ചിരിക്കാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾ ആ 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അതിനെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ചെയ്യേണ്ട അവസാനമായിട്ട് എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 കാര്യങ്ങൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ കമ്പനിയെ കുറിച്ചും സിസ്റ്റത്തെ കുറിച്ചും അപ്ലൈനെ കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന വ്യക്തിയായി മാറും. നിങ്ങൾ ഒരിക്കൽ നിങ്ങളൊരു അപ്ലൈനെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഡൗൺലൈൻസ് നിങ്ങൾക്ക് വരും എന്നുള്ള സത്യങ്ങൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഒരു അപ്ലൈനെ പറ്റിയിട്ട് കുറ്റം പറയാതിരിക്കുക. അത് നമ്മൾ സ്വയം അങ്ങോട്ട് ഇറക്കുക. എന്തെങ്കിലും അയാളെ തെറ്റി തിരിച്ചറിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളൊരു അപ്ലൈനാകുമ്പോൾ നിങ്ങളെ ഡൗൺലൈൻ നിങ്ങളെ പറ്റി പറയാൻ തുടങ്ങും. അപ്പൊ നമ്മളായിട്ട് ആ ചാപ്റ്ററോട് അവസാനിപ്പിക്കുക. അത്ര എനിക്ക് അതിനെ പറ്റി പറയാം. 2, കമ്പനി സ്ട്രോങ് കമ്പനിയാണ് സത്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാൻ പറ്റണം. എന്തുകൊണ്ട് ഒരു 20-ഓ 25-ഓ 30-ഓ 50-ഓ കൊല്ലം മുന്നേ വെറും മണലാരണ്യായിട്ട് കിടന്നിരുന്ന, ഒരു യാത്രയ്ക്ക് ഒരു സൗകര്യം ഇല്ലായിരുന്ന, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള യാത്രാ സൗകര്യം ഇല്ലായിരുന്ന ദുബായ് എന്ന ആ ഒരു സ്വപ്ന ലോകം കെട്ടിപ്പടുക്കാൻ നമ്മളെ പൂർവികരോ അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാവോ കടല് കടന്ന് കള്ളലാഞ്ചിക്കും പോയിട്ട് ആ സ്വപ്ന ലോകം അവിടെ യാഥാർത്ഥ്യമാണ്. ആ മണ്ണിൽ പെട്രോൾ കിടക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനുള്ള ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അവര് കഷ്ടപ്പെട്ടിട്ട് കിടന്നുറങ്ങാൻ സ്ഥലമില്ലാതെ, യാത്രയ്ക്ക് സ്ഥലമില്ലാതെ, ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോയൊരു ജീവശവായൊരു തലമുറയിൽപ്പെട്ട നമ്മൾ ഇന്ന് ഈ കോലത്തിലായത് അന്ന് പോയവരെ ദീർഘവീക്ഷണം. ഇന്ന് അരമണിക്കൂറുണ്ടോ 2 മണിക്കൂറുണ്ടോ 3 മണിക്കൂറോ മറ്റേ എത്താവുന്ന രീതിയിലേക്ക്
കടലിനടി കൊണ്ട് ട്രെയിൻ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആ രാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആ രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പദ് സമൃദ്ധമായ രാജ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ, അതിൽ നമ്മളെ രാജ്യത്തുള്ള ആളുകളെ പ്രയത്നത്തിന്റെ ശക്തി എത്ര പേർക്ക്. അതിന്റെ ഫലമായിട്ട് തന്നെ ആ രാജ്യത്തിനേക്കാളും സമ്പന്നമായ രീതി നമ്മളെ രാജ്യത്തും വന്നുപറ്റി. അപ്പൊ ഇവിടെ ആരാണ് പ്രയത്നിച്ചത്? നമ്മളെ പൂർവികർ കണ്ട ദീർഘവീക്ഷണാണ്. ഇതാണ് നമ്മൾ മൈ ലൈഫിലൂടെ നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പോകുന്നത്. ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യയിലെ സാമ്പത്തിക സുരക്ഷയുള്ള ആളുകളെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ 5% മൈ ലൈഫിലൂടെ വന്നവരായിരിക്കും. ഇന്ന് നോക്ക്, ഏറ്റവും അധികം ലക്ഷറി കാറുകൾ ഓടുന്ന 100 പേരുണ്ടെങ്കിൽ 5 പേര് നമ്മളെ കമ്പനിയിൽപ്പെട്ടവരല്ലേ. അപ്പൊ നാളെ ഇത് സംഭവിക്കില്ലേ? ഇത് നാളെ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കണമെങ്കിൽ നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടാവണ്ടേ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്നത്, എന്റെ മകൾ എനിക്ക് ദൈവം തന്നത് മുതൽ ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്വപ്നങ്ങൾ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക് എനിക്ക് മാറാൻ പറ്റിയത് എനിക്ക് എന്റെ മകളെ ദൈവം തന്നുകൊണ്ടല്ലേ. അപ്പൊ മകളൊരു കാരനായി മാറിയത്. എന്നാൽ പലർക്കും ഈ കുട്ടികൾ ഒരു ബാധ്യതയായിട്ട് വീടുകളിലിരിക്കുന്നു. അവർക്ക് അറിയാൻ പറ്റണില്ല, അവർക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. ദൈവം തന്ന ലക്ഷ്യം, ദൈവം തന്ന സാഹചര്യം അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ പറ്റില്ല. ഞാനത് മാറ്റിയെടുത്ത് നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. നാളെ എന്നുള്ളത് ദുഃഖിച്ചു തീർക്കാനുള്ളതല്ല. നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് 1000 ആളോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ നമുക്ക് പറ്റും. ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും അത് പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, സമയപരിമിതി എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ചെയ്യട്ടെ, നന്മയുടെ ഒരു മനസ്സാവട്ടെ. ജീവിത വിജയം നേടിയ വ്യക്തികളുടെ ഒരു പരമ്പര നീ ഇരിക്കുന്ന വ്യക്തികളിലൂടെ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.